ലഹരിക്കെതിരെ പൂന്താനം പ്രചാരകനും സാമൂഹ്യ പൊതുപ്രവർത്തകനുമായ CV സദാശിവന്റെ സ്റ്റിക്കർ പ്രചരണം. മിത്രശരം എന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിലൂടെ എഴുതുന്നതിൽ സജീവമാണ് വയോധികനായ CV സദാശിവൻ. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം സമൂഹത്തിൽ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് സ്റ്റിക്കർ പ്രചരണം ആരംഭിച്ചതെന്ന് CV സദാശിവൻ പറഞ്ഞു. മുൻ ട്രേഡ് യൂണിയൻ നേതാവും പൂന്താനം സാഹിത്യോത്സവത്തിന്റെ മുഖ്യ സംഘാടകനുമൊക്കെയായിരുന്നു CV സദാശിവൻ. പൂന്താനത്തിന്റെ പ്രചാരകനായ CV സദാശിവൻ മിത്രശരം എന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള എഴുത്തിൽ സജീവമാണ്. സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കും മയക്കുമരുന്നിനും എതിരെയുള്ള പ്രചാരണത്തിലാണിപ്പോൾ CV സദാശിവൻ. ഇതിനുവേണ്ടി സ്റ്റിക്കർ പ്രചരണ ക്യാമ്പയിന് തന്നെ തുടക്കമിട്ടു. അറിവ് നേടൂ, കടമ തീർക്കൂ, അഴുക്കരുത്, ലഹരിയരുത് എന്നതാണ് സ്റ്റിക്കറിലെ വാചകം. ലഹരിക്കെതിരെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് 6 വർഷം മുൻപ് പ്രചാരണം തുടങ്ങിയതാണ്. എന്നാൽ കാര്യമായ ചലനമുണ്ടാക്കാനായില്ല. എന്നാൽ പിന്നോട്ടില്ലെന്ന് തീരുമാനിച്ചതിനാലാണ് സ്റ്റിക്കർ സന്ദേശവുമായി തെരുവിലിറങ്ങിയുള്ള ഈ പ്രചാരണമെന്ന് CV സദാശിവൻ പറഞ്ഞു. അതെ, കഴിഞ്ഞ 5-6 വർഷം മുമ്പേ ഇതിന് തീവ്രമായ ഒരു ശ്രമം ഞങ്ങൾ നടത്തി. ഉത്തരവാദപ്പെട്ട ആളുകളെ കൂട്ടിയിട്ട് പെരിന്തൽമണ്ണ സ്കൂള് +2 സ്കൂൾ തന്നെ തുടങ്ങി. അത് പിന്നെ എങ്ങനെയൊക്കെയോ അത് ഒരു നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടാതെ എനിക്ക് മാനസികമായ ഒരു വേദനയും ഉണ്ടായി. അങ്ങനെയാണ് ഇരുന്ന് ആലോചിച്ചപ്പോൾ കാലങ്ങൾ ഇങ്ങനെ മാറുകയാണ്. എൻ്റെ ഒറ്റ ശ്രമം കൊണ്ട് കാര്യമില്ല തീരുമാനിച്ചിട്ടാണ് ഇപ്പൊ അടുത്ത് ടൗണിലിറങ്ങുക, തെരുവിലിറങ്ങുക. വിദ്യാലയങ്ങൾ പിന്നെയാവാം, തെരുവിലിറങ്ങിയിട്ട് കിട്ടുന്ന ആളുകളെ സംഭരിച്ചുകൊണ്ട് ഒരു വലിയൊരു മുന്നേറ്റം നടത്തണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഞങ്ങള് ഉത്തരവാദപ്പെട്ട ആളുകളെ കൂടിയിട്ട് IMA, പെയിൻ ആൻഡ് പാലിയേറ്റീവ്, പോലീസ്, മുനിസിപ്പാലിറ്റി അധികൃതരൊക്കെ കൂട്ടിക്കൊണ്ട് തെരുവിൽ ഇറങ്ങിയത്. അതാണ് ഇപ്പൊ അടുത്ത് ഈ എൻ്റെ 10-ാം തീയതി ജനുവരി 10 എന്ന് പറഞ്ഞ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിവസം. അന്ന് ഞാൻ തിരഞ്ഞെടുത്ത ദിവസമല്ല, ഒഴിവുള്ള ദിവസം നോക്കി, സെക്കൻഡ് സാറ്റർഡേ നോക്കി, ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം നോക്കി. അന്നാണ് ഇത് രണ്ടാമത് സ്റ്റിക്കർ അടിച്ചുകൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ സ്റ്റിക്കർ പതിയുമ്പോൾ ആരെങ്കിലും വായിച്ചാലോ, ആരെങ്കിലും അതിൻ്റെ പേരിൽ അറിവ് നേടാൻ ശ്രമിച്ചാലോ, ആരെങ്കിലും അതിൻ്റെ പേരിൽ അഴുക്കില്ലാണ്ടാക്കാൻ ശ്രമിച്ചാലോ, ലഹരി ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാലോ, അവനവന്റെ കടമകൾ തീർക്കാൻ ശ്രമിച്ചാലോ എന്ന് ഈ വരി മിത്രശരം എന്നാണ് ഞാൻ എഴുതാറുള്ള പേര്. അതിൽ ഈ സ്റ്റിക്കർ അടിച്ചത്. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ കോടതിപ്പടിയിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. നഗരസഭയുടെയും മെർച്ചന്റ്സ് അസോസിയേഷന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, ജനറൽ സെക്രട്ടറി CPM ഇക്ബാൽ, പോലീസ് സബ് ഇൻസ്പെക്ടർ ജ്യോതിവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും ഉപയോഗവും വിതരണവും തടയാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇതിനെതിരെ സ്കൂളിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്ന് CV സദാശിവൻ പറയുന്നു. കുട്ടികൾക്ക് മോട്ടിവേഷൻ നൽകുന്നതിനും അവരുടെ മാനസിക നില പരിശോധിക്കുന്നതിനും എല്ലാ സ്കൂളുകളിലും ഹ്യൂമൻ സൈക്കോളജിസ്റ്റിനെ നിയമിക്കണമെന്ന് CV സദാശിവൻ ആവശ്യപ്പെട്ടു. ഒരു വിദ്യാലയത്തിൽ ഒരു ഡോക്ടർ നിർബന്ധം. ഇതിനായി മാത്രമല്ല, കുട്ടികളെ മോട്ടിവേഷൻ അറിയാൻ, ഹ്യൂമൻ സൈക്കോളജി അറിയാൻ അതിനുള്ള ടീച്ചർ, അതുപോലെ ചില ഇടങ്ങളിലുണ്ട് അധ്യാപകന്മാർ ഉണ്ടെങ്കിലും ഡോക്ടർമാര് ഈ പല വിധത്തിലുള്ള കുട്ടിക്കാലത്തിലുള്ള രോഗങ്ങളൊക്കെ അറിയാൻ കഴിയും. അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെന്താണെന്ന് പഠിച്ചിട്ട് അവരെ നന്നാക്കി കൊണ്ടുവരുന്ന പാന്താവ് സൃഷ്ടിക്കാൻ, അതിൽ തന്നെ സെലക്ട് ചെയ്ത കുട്ടികളെ വളരെ മോശമായിട്ടുള്ള ബാഡായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികളെ എടുത്ത് അവരിലേക്ക് ഇത് ചലിപ്പിച്ച് ഡിമോറലായിട്ടുള്ള കുട്ടികളൊക്കെ ടീച്ചർമാർ സെലക്ട് ചെയ്തിട്ട് ഈ ഡോക്ടർമാർ കൊടുക്കുക. ഓട്ടോറിക്ഷകളിലും ഇരുചക്ര വാഹനങ്ങളിലും ഉൾപ്പെടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സ്റ്റിക്കർ പതിപ്പിച്ചു. താൻ പങ്കെടുക്കുന്ന വേദികളിലെല്ലാം ലഹരിക്കും അക്രമങ്ങൾക്കും എതിരെ സദാശിവൻ പ്രതികരിക്കും. ഈ 81-ാം വയസ്സിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടരുകയാണ് CV സദാശിവൻ. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.